നമസ്കാരം. കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ എം.എസ്.വി സ്കൂളിലെ അധ്യാപിക ഓടിച്ചിരുന്ന കാറ് ആ സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഇടിച്ചു തെറിപ്പിക്കുകയും ആ കുട്ടി അപകടകരമായ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിരിക്കുകയാണ്. ആ കുട്ടിയുടെ 2 കാലിനും പരിക്ക് പറ്റുകയും ആ കുട്ടിയുടെ ചലനശേഷിയെ തന്നെ ബാധിച്ചിരിക്കുകയും ചെയ്തിട്ട് ആ കുട്ടി വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പം ആ കുട്ടിയുടെ അവസ്ഥ. അപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വളരെയധികം അരിശം തോന്നിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഈ അധ്യാപിക പറഞ്ഞിരിക്കുന്നത്, കുട്ടിയോട് പറഞ്ഞിരിക്കുന്നത് മതിൽ ഇടിഞ്ഞു വീണു വന്ന പരിക്കാണെന്ന് പറയണമെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇൻഷുറൻസ് തുക തനിക്ക് തിരിച്ച് കിട്ടുകയും വേണം എന്നുള്ള പേരിലാണ്, പരാതി കൊടുക്കരുത് എന്നൊക്കെ രീതിയിൽ കുട്ടീനെ ടീച്ചർ പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്, പേടിപ്പിച്ച് പറഞ്ഞിരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് ആ സ്കൂളിലെ കുട്ടികൾ, തൻ്റെ സഹപാഠികൾ, ആ കുട്ടിയുടെ അപകടം വന്ന സ്കൂളിലെ ആ കുട്ടികളുടെ കൂട്ടുകാർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിരിക്കുകയാണ്. ടീച്ചറിനെതിരായിട്ട് ഉള്ള പ്രക്ഷോഭവുമായിട്ട് കുട്ടികളെല്ലാവരും ഒരുപോലെ ഒന്നിച്ച് ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ടീച്ചറിൻ്റെ ഭാഗത്താണ് ഇത് തെറ്റ്. കുട്ടീനെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടീനെ ടീച്ചറിൻ്റെ കാറിൻ്റെ അമിത സ്പീഡ് കാരണം വന്ന് ഇടിച്ച് തെറിപ്പിച്ചതാണെന്നും ടീച്ചർ ഇതുപോലെ പറഞ്ഞിരിക്കുകയാണ്, മതിലിടിഞ്ഞു വീണാണ് പരിക്ക് പറ്റിയേക്കുന്നതെന്ന് പറയണമെന്ന് പറഞ്ഞിരിക്കുകയാണെന്നും കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സംഭവത്തിലുണ്ടായിരിക്കുന്ന ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ അധ്യാപികയുടെ സഹോദരൻ ഡോക്ടറാണ്. ഈ ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്കാണ് ഈ കുട്ടിയെ അഡ്മിറ്റ് ആക്കിയേക്കുന്നത്. അപ്പോൾ അധ്യാപികയും സഹോദരനും കൂടി ചേർന്ന് ഒരു ഒത്തുകളി നടത്തുകയും കൂടെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഇതറിഞ്ഞിട്ട്, ഇപ്പോഴത്തെ കുട്ടികൾ, നമ്മളോർക്കും ഇപ്പോഴത്തെ കുട്ടികളെല്ലാം കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും എല്ലാം ലഹരിക്കടിമയായിട്ടുള്ള 2K കിഡ്സ് ആണെന്ന്. പക്ഷേ അങ്ങനെയുള്ള 2K കിഡ്സ് മാത്രമല്ല, ഇതുപോലെ അനീതിക്കെതിരെ പ്രതികരിക്കാൻ കഴിവുള്ള മനുഷ്യത്വമുള്ള കുട്ടികളുണ്ടെന്നുള്ള തിരിച്ചറിവും കൂടെ നമുക്ക് തന്നിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. അങ്ങനെ തന്നെ വേണം കുട്ടികൾ തൻ്റെ സഹപാഠിയോടുണ്ടായിരുന്ന, തൻ്റെ മിത്രത്തോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഈ ഒരു സമയത്ത് കാണിച്ചിരിക്കുകയാണ്. ഒരു അനീതിക്കെതിരെ പോരാടുകയും മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്ത്, ഈ സംഭവത്തിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആ കുട്ടികളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ സഹകരണം എന്ന് പറഞ്ഞത് 2 പൊട്ടെന്നാണ്. പിന്നെ അവർക്ക് പെരക്കാർക്ക് അവിടെ നിർത്താൻ ഒരു ഇതില്ലാത്തതുകൊണ്ട് ഒരു KPM കൊണ്ടുപോയപ്പോഴാണ് 3 പൊട്ടും തലച്ചോർക്ക് പോകണ ഒരു ഞരമ്പിന് ക്ഷതം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, പെട്ടെന്ന് ഇതിൻ്റെ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടീൻ്റെ കാലിൻ്റെ ചലനം നിൽക്കും, കാല് മുറിച്ച് മാറ്റേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർ പെട്ടെന്ന് പോയതാണ് കോയമ്പത്തൂർക്ക്. അവിടുന്ന് ഇപ്പോൾ ഇത് കഴിഞ്ഞു, സർജറി കഴിഞ്ഞാണ്ട് സർജറി ചെയ്ത ഭാഗം തുന്നിയിട്ടില്ല. ആ പ്ലാസ്റ്റർ ഇട്ടുകാണ്ടായിക്ക് കമ്പി കുത്തിയിറക്കി വെച്ചിട്ടാണ്. അത് 5 കമ്പിയുണ്ട്. ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ടീച്ചർ ഞങ്ങളടുത്ത് തെറ്റുള്ള പോലെയാണ് ടീച്ചേഴ്സ് സംസാരിക്കും. ടീച്ചേഴ്സ് ഞങ്ങളോട് ചോദിക്കാണ്, എല്ലാം ഓടിച്ച് വണ്ടി കുത്തിയതൊക്കെ ഞങ്ങളാണ്. അങ്ങനെ ഞങ്ങളെ ഭാഗത്ത് തെറ്റുള്ള പോലെയാണ് ടീച്ചേഴ്സ് ഞങ്ങളോട് പെരുമാറുന്നത്. ടീച്ചർ ആ ഡോക്ടർ മിർഷനോട് പറയാണ്, ഇതൊന്നും കണ്ടിട്ടില്ല, എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനെ ടീച്ചർ ബ്രദർ പറയാണ്, എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഈ പറയണമെന്ന് ഒരു കേസും ഇല്ല എന്നുള്ള രീതിയിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന് മിർഷന്റെ പാരന്റ്സിനോട് പറഞ്ഞു. അങ്ങനെ ഇവരെങ്ങാനും ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ മിർഷക്കുള്ള കോമ്പൻസേഷനും ഉണ്ടാവില്ല. കുട്ടികളുടെ വാക്കുകളുടെ അത്രയും ഒരു ആത്മാർത്ഥത, ആ കുട്ടികൾ അത്രയും ഇതായിട്ടാണ് പറയുന്നത്. അവർ ആരെയും ഈ കാര്യത്തിൽ പേടിക്കുന്നില്ല. തൻ്റെ അധ്യാപകർ തെറ്റായ പ്രവൃത്തി കാണിച്ചതിനെതിരായിട്ട് തന്നെ തൻ്റെ സഹപാഠികളുടെ കൂട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള കുട്ടികളാണ് നമ്മുടെ വരും തലമുറയിൽ വേണ്ടത്. ഇങ്ങനെയുള്ള ഒരു കുട്ടികളാണ് നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുന്ന കുട്ടികളെയല്ല. ഇപ്പോൾ ഇതുപോലെ അനീതിക്കെതിരെ പോരാടാനും മനുഷ്യത്വം എന്നുള്ള പ്രവൃത്തി ഇതെല്ലാം ഉള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ ഇനിയും വരും തലമുറയിൽ വാർത്തെടുക്കാൻ കഴിയേണ്ടത്. അപ്പോൾ ഈ കുട്ടികളുടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആ കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കുഞ്ഞുങ്ങളും ഇവരുടെ പ്രവൃത്തി കണ്ടിട്ട് അതുപോലെ അനീതിക്കെതിരെ പ്രതികരിക്കുകയും മനുഷ്യത്വം കാണിക്കുകയും ജീവികളോട് മനുഷ്യത്വം കാണിച്ചു വളരുന്ന ഒരു തലമുറയായിട്ട് മാറുകയും ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ഈ അധ്യാപിക കാണിച്ചിരിക്കുന്ന വളരെ മോശമായ പ്രവൃത്തിയാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ട ഒരു അധ്യാപികയാണ്. തെറ്റും ശരിയും എന്താണെന്ന് മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട അധ്യാപികയാണ് ചെയ്ത തെറ്റ്
ന്യായീകരിച്ച് അത് ശരിയാക്കി മാറ്റിയ കുഞ്ഞുങ്ങളുടെ അടുത്ത് കള്ളത്തരം ചമഞ്ഞ് കഥയുണ്ടാക്കി മാറ്റുന്ന പ്രവൃത്തി കാണിക്കുന്നത്. ആർക്കും തെറ്റുകൾ വരാം. പക്ഷേ അവർക്കൊരു അബദ്ധം പറ്റിയതാണെങ്കിൽ ആ ചെയ്ത തെറ്റിനോട് മാപ്പ് പറഞ്ഞ് ഇനിയും വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്ത് അവരുടെ ഒപ്പം നിൽക്കാനുള്ളതിന് തൻ്റെ ഭാഗത്ത് തെറ്റല്ല, ഇത് കുട്ടിയുടെ ഭാഗത്ത് മതിൽ വീണ് കുട്ടിയുടെ മേത്ത് വീണ് ഉണ്ടായ പരിക്കാണെന്ന് പറയുകയും ഈ കുട്ടീനെ പേടിപ്പിച്ച് ഇതുപോലെ പറഞ്ഞ് അനുസരിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി കാണിക്കുകയും ചെയ്യുന്ന ഈ അധ്യാപിക തക്കതായ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു അധ്യാപികയാണ്. അതിനോടൊപ്പം തന്നെ ഈ അധ്യാപികയുടെ സഹോദരനും ഇതുപോലെ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു അധ്യാപകർ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ട. തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുണ്ടായെങ്കിൽ അതിന് വേണ്ടുന്ന ആ കുട്ടിക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത് അതിനെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ അധ്യാപികയുടെ സഹോദരൻ ഡോക്ടറും കൂടെയാണ്. അയാൾക്ക് കഴിയാവുന്നത് പോലെ ഉള്ള കാര്യങ്ങളെല്ലാം നടത്തി കൊടുത്ത് ചെയ്തു കൊടുത്ത് ആ കുട്ടീനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. കാരണം ആ കുട്ടിയുടെ ഭാവിയാണ് പോയിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് പഠിക്കേണ്ട സമയങ്ങളാണ് നഷ്ടപ്പെട്ടു പോയേക്കുന്നത് ഈ അപകടം കാരണം. അതും സ്വന്തം അധ്യാപിക വരുത്തി വച്ചിരിക്കുന്ന പ്രശ്നമാണെന്ന് കരുതണം. അല്ലാതെ പുറത്തു നിന്ന് ഒരാളുമല്ല. അധ്യാപികയുടെ ഭാഗത്തു നിന്നുണ്ടായ കുഴപ്പം കൊണ്ടുണ്ടായേക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് ഈ കുട്ടികൾ, ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ശരിക്കും പൊരുതി നിൽക്കുകയാണ്. അവർ സ്കൂളിൻ്റെ ഇതൊന്നും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവർ പഠിക്കുന്ന സ്കൂൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തൻ്റെ കൂട്ടുകാരിക്ക് പറ്റിയ ആ ആപത്തിൽ, ആ ഒരു പ്രശ്നത്തിൽ കൂട്ടുകാരിക്കൊപ്പം നിന്ന് അവർ പോരാടുകയാണ്. ഇങ്ങനെയുള്ള ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെയുള്ള ഒരു കുഞ്ഞുങ്ങളാണ് ഇനിയും നമ്മുടെ ഭാവി നല്ല രീതിയിൽ നമ്മുടെ നാടിനെ നല്ല രീതിയിലേക്ക് നയിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ നമ്മളെക്കൊണ്ട് കഴിയുന്നതിലധികം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ തെറ്റിനെ ഒരു അധ്യാപികയാണെന്നും പറഞ്ഞ് ആ സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് എല്ലാം കൂടെ ആ അധ്യാപികയുടെ നേരെ സപ്പോർട്ട് നിൽക്കാതെ ആ അധ്യാപിക ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാതെ അവരെ ആ സ്കൂളിൽ നിന്ന് അവരെ ഒഴിവാക്കി വിടുക തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു അധ്യാപിക അങ്ങനെ ഒരു പ്രവൃത്തിക്ക് എതിരായിട്ട് നിൽക്കുകയില്ലായിരുന്നു. അവർ അവരുടെ ഭാഗം തെറ്റ് ന്യായീകരിച്ച് ആ കുട്ടീനെ പേടിപ്പിച്ച് സമ്മതിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അധ്യാപികയ്ക്ക് ഇങ്ങനെ ഒരു ജോലി തുടരേണ്ട ആവശ്യമില്ല. കാരണം വീണ്ടും കുഞ്ഞുങ്ങളെ ഇവർ തെറ്റാണ് പഠിപ്പിക്കുന്നത്, ശരിയല്ല പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അധ്യാപികയെ ആ സ്കൂളിന് ആവശ്യമില്ല, നമ്മുടെ നാടിനും ആവശ്യമില്ല. അങ്ങനെ ഒരു അധ്യാപക ജീവിതം അവർക്ക് ചേർന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക.